പൊളി. നമുക്കിന്നൊരു അടിപൊളി മധുഹൂത്തിൻ്റെ റെസിപ്പി ഉണ്ടാലോ. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു പാത്രത്തിലേക്ക് ആവശ്യമായ ബസുമതി റൈസ് എടുക്കുക. ഞാൻ വൈറ്റ് സെല്ല ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ഒരു 1 ഹവറെങ്കിലും പുതിർത്തി വെക്കണം. പിന്നെ ഒരു പാത്രത്തിലേക്ക് മല്ലി, പട്ട, ഗ്രാമ്പു, കുരുമുളക്, അപ്പം കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി നന്നായി ചൂടാക്കിയെടുക്കുക. പിന്നെ ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള പട്ട, ഒരു 3-4 ഗ്രാമ്പു, ഒരു 2 ഏലക്ക എന്നിവയിട്ട് നന്നായി ചൂടാക്കുക. അതിലേക്കൊരു മീഡിയം സൈസുള്ള സവോള ചേർത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു 1/4 കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഒരു 3 വലിയ പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച ചിക്കനും കൂടി ചേർക്കുക. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, 2 ആൾക്ക് വേണ്ട ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്കൊരു മീഡിയം സൈസുള്ള തക്കാളിയും മല്ലിയും പുതിനയും കൂടി ചേർത്ത് നന്നായി അരച്ച മിക്സി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 3 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ആയതിനു ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സ്പൈസ് മിക്സ് മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാലപ്പൊടികളുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഒരു മാഗി ക്യൂബ് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് ആവശ്യമെങ്കിൽ എത്രയാണോ അത് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിൽ നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ച അരി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ മധുഹൂത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ഇതിൻ്റെ ടേസ്റ്റ് അത് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്രക്കും നല്ല അതിൻ്റെ മസാലയെല്ലാം റൈസിൽ പിടിച്ച അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.